കടലിന്റെ സൈഡിൽ വെച്ച് തന്നെ ഒരു കിടലൻ മറൈൻ ടാങ്ക് സെറ്റ് ആക്കിയിട്ട് നമ്മൾ മീനെ തിരിച്ചുവിടാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കുറെ വെറൈറ്റി മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മീനുകളെ പിടിച്ചത് എങ്ങനെയാന്ന്, ടാങ്ക് സെറ്റ് ചെയ്യുക എങ്ങനെയാന്ന് നോക്കി അറിയാൻ ആഗ്രഹമുള്ളവർ സ്റ്റേ അറൗണ്ട്. ഞാൻ എങ്ങനെയാ നിങ്ങളെ വ്യക്തമായി കാണിച്ചു തരാം. കീപ്പിംഗ് ഫിഷ് വിത്ത് മാർട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഹാർദവമായ സ്വാഗതം. ഇത് വെളുപ്പിനെ 5:45 സമയമാണ്. ഏർലി മോർണിംഗ് ഡ്രൈവ് ഫോർ അസ്. നമ്മൾ ഒരു ടൈഡ് പൂളിൽ നമുക്ക് കുറച്ച് മറൈൻ അക്വേറിയം ഫിഷുകളൊക്കെ കിട്ടാവുന്ന നമ്മളൊന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ടുള്ളത് കാണാം. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്ത്. ഏർലി മോർണിംഗ്, ഇറ്റ്സ് വെരി ബ്രൈറ്റ്. കണ്ണം തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഹാവ് എ ലുക്ക്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പസഫിക് ഓഷ്യൻ ആണിത്. ബ്യൂട്ടിഫുൾ ഐലൻഡ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ദൂരോട്ട് നോക്കിയ ഷിപ്പും ജെറ്റ്സ്കി ഒക്കെ പോകുന്ന നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ നമ്മൾ അക്വേറിയം കൊണ്ടുവന്നിട്ടുണ്ട്. അക്വേറിയം കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനകത്ത് നമുക്ക് വെള്ളം കുറച്ച് പിടിക്കണം. എന്നിട്ട് നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് സെർച്ച് ഫോർ സം റിയലി കൂൾ ഫിഷസ്. നമ്മുടെ കയ്യിൽ 3 സാധനമാണുള്ളത്. നമ്മുടെ സ്ഥിരം ഫിഷ് ടാങ്ക്, ഒരു അടിപൊളി നെറ്റ്, ഇൻ കേസ് ഇത് സെറ്റ് ആയില്ലേ വേറെ നെറ്റും ഉണ്ട് കേട്ടോ വണ്ടിയിൽ. വി ഹാവ് എ ബാക്കപ്പ്. പിന്നെ ഒരു കപ്പ് വെള്ളം നിറയ്ക്കാനും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. ലെറ്റ്സ് ഗോ. ഇവിടെയാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്, മേസൺസ് ബീച്ച്. ഒരു ജെല്ലി ഫിഷ് പോലൊരു സാധനമൊക്കെ കണ്ടോ. ഓക്കെ, നമ്മൾ ടാങ്ക് വെക്കാൻ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയിട്ടുണ്ട്. സ്കിഡ് ബി ഗുഡ്. അവിടുന്ന് ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേന് യു വിൽ ബി ഏബിൾ ടു സീ ഇറ്റ് റിയലി ഗുഡ്. ഇനി നമുക്ക് അതിനകത്ത് ചെയ്യേണ്ട അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ, വിൽ ബി സെറ്റിംഗ് അപ്പ് ആൻ അക്വേറിയം ഹിയർ. ഒരു ചെറിയൊരു മറൈൻ അക്വേറിയം ഔട്ട് ഫ്രം ദ വൈൽഡ്. ഇതൊക്കെ നമുക്ക് ഇനി എടുത്തുകൊണ്ട് നടക്കാൻ പാടാകുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ നിറച്ചു കൊണ്ടുവെക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ബാക്കി ഹാർഡ്സ്കേപ്പുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഈ അക്വേറിയം എടുത്തോണ്ട് നമുക്ക് വെള്ളം നിറയ്ക്കാൻ കൊണ്ടുപോകാം. നമുക്ക് ഇച്ചിരി ആഴമുള്ളൊരു റോപ്പ് പൂള് വെക്കിയാലേ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റുള്ളൂ. പ്ലാൻ ഈസ് ടു, നമുക്ക് ആദ്യമേ അതിനകത്ത് കുറച്ച് വെള്ളം നിറയ്ക്കാം. എന്നിട്ട് ആ പ്രമൈസസിൽ കാണുന്ന നമുക്ക് കിട്ടുന്ന കുറച്ച് ഹാർഡ്സ്കേപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് സബ്സ്ട്രേറ്റ് കുറച്ച് ഒരു അക്വേറിയം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടൈറ്റ് പൂളല്ലേ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഒത്തിരി വെള്ളം വേണ്ട. നമുക്ക് ഈ ഉള്ള വെള്ളത്തിനെ നമുക്ക് കൊണ്ട് തിരിച്ച് പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെറ്റ് ആക്കി വെക്കാം. നമുക്കപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യം കുറച്ച് ഹാർഡ്സ്കേപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ ചുറ്റും നോക്കിയപ്പോഴത്തേന് ഇവിടെ ഇഷ്ടംപോലെ കോറൽസ് കിടപ്പുണ്ട്. ഇതുപോലത്തെ കുറച്ച് കല്ലുകളുണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ പണ്ടത്തെ കോറൽ റീഫിന്റെ സ്ട്രക്ചറിൽ നിന്ന് പൊളിഞ്ഞു പോയ സാധനമാണ്. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ഐറ്റം ഒക്കെ എടുത്ത് നമുക്ക് ടാങ്ക് വഴി സെറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, മീനിനെ അതിനകത്ത് ഒളിച്ചിരിക്കാൻ വേണ്ടി കുറച്ച് സ്ട്രക്ചറാണ് നമ്മൾ അവിടെ സെറ്റ് ആക്കാൻ നോക്കുന്നത്. ഓക്കെ, ഒരു സൂപ്പർ കല്ല് കിട്ടിയിട്ടുണ്ട്. അടിപൊളി കല്ല്. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്സ്കേപ്പിന്റെ പരിപാടി ഫുള്ളായി തീർന്നിരിക്കും. അതുകൂടെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം. നടുക്കായിട്ട് തന്നെ നമുക്കതങ്ങ് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഇതിപ്പോ എന്നെ കലങ്ങി നിൽക്കുന്നത്, നമ്മൾ കുറച്ച് നേരം മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് അതിനകത്ത് കലക്കലൊക്കെ മാറി നല്ല തെളിഞ്ഞു വരുമെന്നാണ് ഒരു പ്രതീക്ഷ. വിൽ സൂൺ നോ. അപ്പൊ നമുക്ക് മീൻ പിടുത്തത്തിലേക്ക് നീങ്ങാം. ദിസ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. വെള്ളം നിറയ്ക്കാൻ പോയ വഴിക്ക് അവിടെ ഒരു മീൻ ഓടുന്ന ഞാൻ കണ്ടായിരുന്നു. നമുക്ക് ആദ്യമേ അതിനെ തന്നെ ടാർഗറ്റ് ചെയ്യും. ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മറിച്ച് അതിന് കീഴെ വെള്ളം ഉണ്ടോ നോക്കി നമുക്ക് പോവാം. ഇവിടെ ഒരു കക്ക കിടപ്പുണ്ട് കേട്ടോ. തെപ്പടി ചെളിയാ. നമ്മുടെ ടാങ്കിൽ കൊണ്ടിട്ടാലും വലിയ ഭംഗിയൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ഒരു പഫർ ഫിഷ് പോകുന്നു. അങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കാം.
ഓക്കെ കയ്യിലെ കപ്പിനകത്തില്ല. റിസ്ക് എടുക്കണ്ട, ആദ്യം കിട്ടിയ മീൻ ചാടിപ്പോ നമ്മൾ അവസരം കൊടുക്കണ്ട, നമുക്ക് അതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനെ മാറ്റാം. നമുക്ക് അതിനെ ടാങ്കിൽ ഇടുമ്പോൾ കുറച്ചുകൂടെ വൃത്തിക്കാണ്. നമുക്ക് ഇനി എന്നാ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് പയ്യെ കുറച്ചൊരു ചെറിയ ടൈപ്പ് ഉള്ളോട്ട് പോകും. അതിൽ ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നു, മീനെ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്നതാണോ പൊടിമീൻ പോലൊരു സാധനത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് ചെറിയ വാലുമാക്രിയൊക്കെ പോലെ ഇരിക്കുന്നു, പക്ഷെ മീൻ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്നാണല്ലോ അടുത്ത ഒരു സ്പീഷീസ് കൂടായി, നമുക്ക് അതിനെ പഴയ കപ്പിലോട്ട് ഇട്ടേക്കാം. 6 ഒപ്പുകൾ കണ്ടിട്ട് അതിലെന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ടെന്നോ എന്നാലും നമുക്ക് നോക്കാം. പഫർ ഫിഷ് ഇങ്ങോട്ട് ഓടി വന്ന് കയറിയൊക്കെയാണ്. പഫർ നമ്പർ 2 അപ്പസെറ്റ്. നമുക്ക് വീണ്ടും ഒരു പീക്കറി മീനും കൂടെ കിട്ടിയേക്കാണ്. കണ്ടിട്ടുണ്ടോ, ബ്ലെനിയോ ഗോബിയോ ആണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ കപ്പിലോട്ട് ഇട്ടേക്കാം. ഇതൊരു ടാർജറ്റ് ഫിഷിനെ കിട്ടിയേക്കാണ് കേട്ടോ. ഒരു അടിപൊളി പ്രെഡേറ്ററി ഫിഷാണ് ഇത് വലുതായി കഴിഞ്ഞാൽ. അടിപൊളി സാധനം കേട്ടോ. നമ്മളിവിടെ എത്തിയത് അതിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് അങ്ങ് പിടിക്കാൻ നോക്കാം. കൈകൊണ്ട് ചെറിയ തട്ട് കൊടുത്താൽ കയറുമെന്ന് നമുക്ക് നോക്കാം. യെസ്, പഫർ നമ്പർ 3. ഉണ്ടോ അതിന്റെ കളറൊക്കെ ഉണ്ടോ നേരത്തെ? അടി ഭയങ്കര വെള്ള കളറും കണ്ണെ നോക്കി, കണ്ണ് ഗോൾഡൻ കളർ അതിൻ്റെ കണ്ണിന്. നല്ല ഗോൾഡ് അടിപൊളി കളറാണ്, നല്ല പച്ചയും ഗോൾഡൻ ഷെയ്ഡും. നമുക്കൊരു കിട്ടില്ല മീനെ കിട്ടിയേക്കാണ്. നല്ല അടിപൊളി ബ്ലാക്ക് കളറുള്ളൊരു മീന്. എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ലെമ്മീനോ ഇനി ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. ദിസ് ലുക്സ് അമേസിങ്. അതിനെ ബ്ലാക്ക് കളർ കണ്ടില്ല, നല്ല ജെറ്റ് ബ്ലാക്ക് കളറ്. ഒരു അക്വേറിയം ഫിഷിൻ്റെതായ എല്ലാ പ്രോപ്പർട്ടിയും തന്നെ ലൈക്ക് യു ക്യാൻ സീ ഇറ്റ് ഇൻ ദിസ് ഫിഷ്. ഇൻക്രെഡിബിൾ ഫിഷ്. നമ്മളൊരു കിട്ടില്ല മഡ് ക്രാബിനെ സ്പോട്ട് ചെയ്തേക്കാണ്. നമ്മളെ നോക്കുന്നുണ്ട്. വേണ്ട, എന്നെ തൊടണ്ട.
നമുക്ക് പേരറിയത്തില്ലാത്ത ഏതോ ഒരു മീനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ട് ഒരു വൈറ്റിങ്ങിന്റെ ഒക്കെ ഷേപ്പ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ഡോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ മീനെ കാണുന്നത്. അറിയാവുന്നവർ ഡെഫിനറ്റ്ലി കമന്റ് ഡൗൺ. എനിക്ക് മറൈൻ ഫിഷുകളെ പറ്റി അത്രയും അറിയത്തില്ല. സോ ഇഫ് യു സംബഡി വാച്ചിങ് ദിസ് ആൻഡ് നോ ദിസ് ഫിഷ് എന്നാ താഴെ പറയുക. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പിടിച്ച കറുത്ത മീൻ ഏതാണെന്ന് പറഞ്ഞിരുന്നത്. വളരെ ഉപകാരമായിരുന്നു. നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ കിളിയാണ് ഓസ്ട്രേലിയയുടെ ഐബിസ് അല്ലെ ബിൻ ചിക്കൻ എന്ന് വിളിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രോങ് സ്റ്റൊമക് ആസിഡ്സ് ആണ്. അപ്പോൾ എന്ത് വേസ്റ്റോ എന്ത് സാധനം തിന്നാലോ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം വളരെ ഓസ്ട്രേലിയയുടെ പല സ്റ്റേറ്റുകളും എല്ലാം വളരെ ക്ലീൻ ആയി കിടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ഒരു സ്പെഷ്യൽ ബേർഡാണ്. ലാസ്റ്റ് ബാച്ച് മീനെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് പേരറിയത്തില്ലാത്ത ഒരു മീനും പഫർ ഫിഷും ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് വരെയും കൂടെ പയ്യ ടാങ്കിനകത്തോട്ട് ഇട്ടേക്കാം. പോയി വാടാ മക്കളെ. അപ്പൊ we got 1 2 3 4 5 species of fishes. ഓക്കെ, അപ്പൊ നമ്മുടെ മറൈൻ ബയോടോപ്പ് ടാങ്കാണ് നമ്മൾ ഈ സെറ്റ് ആക്കിയിരിക്കുന്നത്. മറൈൻ ടൈഡ് പൂൾ ബയോടോപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ശരിയാക്കെന്ന് പറഞ്ഞാൽ പസഫിക് ഓഷ്യന്റെ സൈഡിലുള്ള ഒരു ചെറിയൊരു ടൈഡ് പൂൾ ആണ് ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് കോസ്റ്റിലുള്ളത്. സോ ഇവിടെ കാണാൻ കുറെ കോമൺ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി സ്പീഷീസുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ടൈഡ് പൂളിൽ പോയി മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്. ദർ വിൽ ബി ഈസിയർ ആൻഡ് ബെറ്റർ വേസ് ടു ഡു ദിസ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി രാവിലെ ഇറങ്ങിയതാണ്. ഐ വിൽ ഷോ യു ഇൻഡിവിജ്വൽ ഫിഷസ്. അപ്പം അക്വേറിയത്തിന്റെ കുറച്ച് ഫുട്ടേജസ് ഞാൻ കാണിച്ചു തരാം. ഈ ടാങ്കിന് ചെറിയൊരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയ്ക്ക് നമുക്കൊരു പുതിയ ടാങ്കും മേടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ മീനുകൾക്കും നമുക്ക് പയ്യെ ഗുഡ് ബൈ പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുകയും നമ്മുടെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെ കൂടുതൽ വീഡിയോ ഉണ്ടാക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതായി നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു നന്ദി. അപ്പൊ നമുക്ക് ഈ പയ്യ മീനുകളെ നമുക്ക് നേരത്തെ കണ്ട ടൈറ്റ് പൂളിലോട്ട് തന്നെ വിടാം. അവിടെ ആകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്.